നമസ്കാരം. പൂരം കലക്കിയത് സർക്കാരും ആഭ്യന്തര വകുപ്പുമാണെന്ന് അടിവരയിട്ട് തിരുവമ്പാടി ദേവസ്വം രംഗത്തു വന്നു. പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ സത്യവാങ്മൂലം സമർപ്പിച്ച തിരുവമ്പാടി ദേവസ്വം പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളെ ശരിവെക്കുന്ന രീതിയിലാണ് സത്യവാങ്മൂലം നൽകിയത്. പോലീസിന്റെ അനാവശ്യ ഇടപെടലാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. വെടിക്കെട്ട് പുര തുറക്കുന്നതിനു വരെ പോലീസ് തടസ്സം നിന്നെന്നും ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട 2 കേസുകളാണ് ഹൈക്കോടതിയിലുള്ളത്. അതിലൊരു കേസിൽ സമർപ്പിച്ച സത്യവാങ്മൂലമാണിത്. തൃശൂർ സിറ്റി പോലീസിനാണ് പൂരം കലങ്ങിയതിന്റെ ഉത്തരവാദിത്വമെന്ന് ദേവസ്വം ആരോപിക്കുന്നു. BJP നേതാക്കളുടെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം കൊച്ചിൻ ദേവസ്വം ബോർഡ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിന് എതിർ സത്യവാങ്മൂലം തിരുവമ്പാടി ദേവസ്വം നൽകിയിട്ടില്ല. ഉടൻ സമർപ്പിക്കുമെന്നും തിരുവമ്പാടി ദേവസ്വം അറിയിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തൃശൂർ പൂരത്തെ കൂടുതൽ രാഷ്ട്രീയ പോരിലേക്ക് തള്ളിവിട്ടതിന്റെ സൂചനയാണ് തിരുവമ്പാടിയുടെ സത്യവാങ്മൂലത്തിലൂടെ പുറത്തു വന്നത്. CPM-ഉം CPI-യും ഉന്നയിച്ചിരുന്ന രാഷ്ട്രീയ ആരോപണങ്ങളാണ് ബോർഡിന്റെ മറുപടിയിലുള്ളത് എന്നതാണ് കാരണം. പൂരം അലങ്കോലപ്പെടുത്തലിൽ ഗൂഢാലോചനയുണ്ടായെന്ന് പരിശോധിക്കാനായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം പൂർത്തിയാകും മുമ്പാണ് സർക്കാർ സംവിധാനം തന്നെ ഗൂഢാലോചന ആരോപിക്കുന്നതും മറ്റുമുണ്ടായത്. തൃശൂർ പൂരം കൈയടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പൂരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആന വെടിക്കെട്ട് പ്രശ്നങ്ങൾ എല്ലാ ആഘോഷങ്ങളെയും ബാധിക്കുന്നതാണെന്നും ഇതിനെതിരെ കൂട്ടായ്മ രൂപപ്പെടണമെന്നുമുള്ള ചർച്ചകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കൂട്ടായ്മകൾക്കായുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പുതിയ സത്യവാങ്മൂലം ഇത് വേഗത്തിലാക്കാനും സാധ്യതയുണ്ട്. പൂരം സംഘാടനത്തിന് ഉന്നതാധികാര സമിതി വേണമെന്ന ദേവസ്വം ബോർഡ് നിർദ്ദേശത്തിലും രാഷ്ട്രീയ ചുവയുണ്ടെന്നാണ് അഭിപ്രായം. പൂരം സംഘാടനം ഏറ്റെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നാണ് ആരോപണം. ഇത്തരം നീക്കങ്ങളും പൂരത്തിലേക്ക് രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ടുവരും. തൃശൂർ പൂരം പ്രത്യേക ക്ഷേത്രങ്ങളുടെയോ സാമുദായിക വിഭാഗങ്ങളുടെയോ വ്യക്തികളുടെയോ മാത്രം ആഘോഷമല്ല എന്നതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. ഇതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ആചാരപരമായ പ്രാധാന്യം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് പിന്നിലെന്നാണ് ആരോപണം. പൂരം സംഘാടകർക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പൂരത്തിന്റെ തുടക്കത്തിൽ പൂരം പ്രദർശനത്തിന്റെ സ്ഥലവാടക വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉയർന്നു വന്നിരുന്നു. ഇത് താൽക്കാലികമായെങ്കിലും പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്ക് ഇടപെടേണ്ടി വന്നു. എന്നിട്ടും പ്രശ്നം ഇപ്പോഴും പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല. വാടക വർധന നടപ്പാക്കാനാണ് ഇപ്പോഴും ബോർഡ് ശ്രമിക്കുന്നത്. ഇതുകൂടാതെ പൂരത്തിലെ മാലിന്യ പ്രശ്നം ബോർഡ് പുതുതായി ഉയർത്തിക്കൊണ്ടുവരുന്നുമുണ്ട്. അടുത്ത പൂരത്തിലെ മാലിന്യം സംസ്കരിക്കാനുള്ള ഉത്തരവാദിത്വം തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾക്കാണെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് സംസ്കരിക്കില്ലെന്നും അറിയിച്ചു കഴിഞ്ഞു. പൂരം പിൻവാങ്ങിയിട്ടും കലക്കൽ തുടരുകയാണ് എന്ന അവസ്ഥയാണ് തൃശൂരിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. വാദപ്രതിവാദങ്ങൾ പൂർത്തിയാകുമ്പോൾ സമാധാനപരമായ പൂര നടത്തിപ്പിന് കളമൊരുക്കാൻ കോടതിക്ക് കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം.